അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നിൻ്റെ പ്രഭാതം ഇങ്ങനെ ഒരു മെസ്സേജുമായിട്ടാണ് പല ആളുകളും ഉണർന്നത് തന്നെ. പ്രകൃതി ദുരന്തങ്ങൾ, പല പ്രകൃതി പ്രതിഭാസങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നു, ഇതിനൊക്കെ ഒരു നാഥനുണ്ടോ, ഒരു ക്രിയേറ്ററുണ്ടോ, അള്ളാഹു ഉണ്ടോ, ദൈവമുണ്ടോ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് അള്ളാഹു ഉണ്ട് എന്ന, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കും എന്ന ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പല ആളുകളും അവിടെ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ മനുഷ്യനെ സഹായിക്കുവാനും സഹജീവികളെ സഹായിക്കാനും, മനുഷ്യനെ മാത്രമല്ല മറ്റുള്ള ജീവികളൊക്കെ ആസാമിലൊക്കെ നമ്മൾ കണ്ടു, മൃഗങ്ങളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഓരോ ജീവജാലങ്ങളും നശിക്കുന്നതും മരണത്തിനോട് മല്ലിടുന്നതും കാണുമ്പോൾ ഏത് കൃപയുള്ള, ഏത് സഹതാപമുള്ള, ഏത് മനസ്സും, ലോലമാകണമെന്നില്ല, ഏത് മനസ്സും ഒന്ന് ആ സമയത്ത് പരിഭ്രാന്തരായി പോകും. ആരും ആ സമയത്ത് എന്തെന്നില്ലാത്ത ഒരു വെപ്രാളം ഓരോരുത്തർക്കുണ്ടാകും. നമ്മൾ പരസ്പര സഹകരണം, ഈ അലാറമുകളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ സുരക്ഷ മാത്രമല്ല, നമ്മുടെ നാട്ടിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ അയൽവാസിയുടെ, നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷിതത്വമാണ്. നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് ദുആ ചെയ്യാമെന്നല്ലാതെ വേറെ ഒരു വഴിയുമില്ല. കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വലിയ ദുരന്തങ്ങൾ വരാൻ വേണ്ടി പോകുന്നു എന്നൊന്നുമല്ല, എന്നാലും ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിനോടുള്ള ദുആ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആ പ്രാർത്ഥനയിൽ മുസ്ലിമും അമുസ്ലിമും എല്ലാ മതക്കാരും, എല്ലാ ആളുകളും, സഹജീവികളും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ സഹകരണങ്ങൾ ചെയ്യുമ്പോൾ ആരെയും ഒരു മതക്കാരെയും നമ്മൾ വേറൊരു കണ്ണുകൊണ്ട് കാണാറില്ല. എല്ലാവരെയും പരസ്പര സുഹൃത്തുക്കളായി കണ്ടുകൊണ്ട് തന്നെ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല ഇങ്ങനെയുള്ള അലാറമുകളൊക്കെ വരുമ്പോൾ, ഓരോ അലാറമുകളും, ഇനിയൊരു വലിയൊരു അലാറം സൂറെന്ന കാഹളത്തിൽ ഊതുന്ന സമയത്ത് രണ്ടാമത്തെ ഊത്തൂതുന്ന ഒരു സമയം വരാനുണ്ട്. ഒന്നാമത്തെ ഊത്തും രണ്ടാമത്തെ ഊത്തുമൊക്കെ വരാനുണ്ട്. അത് വലിയൊരു കാഹളമാണ്, വലിയൊരു മെസ്സേജാണ്. ആ മെസ്സേജുകൾ, ആ ശബ്ദങ്ങൾ നമ്മുടെ മൊബൈലുകളിൽ നിന്ന് ആയിക്കൊള്ളണം എന്നില്ല. അന്നത്തെ സംവിധാനങ്ങളും മറ്റുമൊക്കെ പരാജയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ദുനിയാവിന്, ഈ ലോകത്തിന് ഒരു അവസാനം വരാനിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഖുർആൻ, നമ്മുടെ ഓരോ വേദഗ്രന്ഥങ്ങളും അതൊക്കെ സാക്ഷീകരിച്ച ഒരു കാര്യമാണ്. പക്ഷേ മനുഷ്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയും മറ്റുമൊക്കെ അധികരിച്ചപ്പോൾ, ചിന്തകൾ അധികരിച്ചപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് മനുഷ്യൻ പല ആളുകളും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും കൂടുതൽ ആളുകളൊന്നുമല്ല, വളരെ ചുരുക്കമുള്ള ചില ശതമാനം ആളുകൾക്ക് ഈമാനിൻ്റെ ദൗർബല്യം കൊണ്ട്, ഈമാനിൻ്റെ കുറവ് കൊണ്ട് പലതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് നല്ല ഉറച്ച ഈമാൻ അത് നമ്മുടെ കൺമുന്നിൽ തന്നെ ചിലപ്പോൾ ദുരന്തങ്ങൾ കാണണം എന്നില്ല. നമ്മുടെ മൊബൈലുകളിൽ കാണുന്ന ദുരന്തങ്ങളും അള്ളാഹു അങ്ങനെ കാണിക്കാതിരിക്കട്ടെ, അങ്ങനെ നടക്കാതിരിക്കട്ടെ. നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദുരന്തവുമില്ലാതെ നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, വലിയ കൊടുങ്കാറ്റുകളിൽ നിന്നും, വലിയ തൂഫാനുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.